കളിമുറ്റം വെറുമൊരു നാടക ക്യാമ്പല്ല. നിരവധി കുട്ടികളെ സ്വന്തം കഴിവ് തിരിച്ചറിയാനും വ്യക്തിത്വമുണ്ടാക്കാനും സഹായിച്ച ഒരു മനോഹര അരങ്ങാണ്. ഒന്നും രണ്ടും പേരെയല്ല, 2 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സജീവൻ മാഷിന്റെ ഈ ക്യാമ്പിൽ നിന്ന് നാടകം പഠിച്ചിറങ്ങിയത്. ഈ സ്കൂളിലൂടെ മാഷ് ജൈത്രയാത്ര തുടങ്ങിയിട്ട് 25 കൊല്ലം പിന്നിടുന്നു. നാടകത്തിന്റെ പുതിയ വ്യത്യസ്തമായ സങ്കേതങ്ങൾ എങ്ങനെ ജനമനസ്സുകളിലേക്ക് എത്തിക്കാം, പ്രേക്ഷക മനസ്സുകൾ എത്തിക്കാം, കുട്ടികളിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് നാടക തെറാപ്പി. അത് പ്രത്യേകിച്ചും ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെയിരിക്കെ 2023 കളിമുറ്റത്തിന് ലോക നാടക സർവേയിൽ 2000 റാങ്കിംഗ് ലഭിച്ചു. ലോകത്തെ മികച്ച നാടക വർക്ക്ഷോപ്പുകൾ കണ്ടെത്തുന്നതിനായി വേൾഡ് ഡ്രാമ ബുക്സ് ഏർപ്പെടുത്തിയ സർവേയിലായിരുന്നു റാങ്ക്. ഇന്ത്യയിൽ 1ാം സ്ഥാനവും ലോകത്ത് 2000 റാങ്കുമാണ് എനിക്ക് കിട്ടിയത്. വേൾഡ് ഡ്രാമ ബുക്സിന്റെ പേര് അതിലേക്ക് വന്നു. അത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ്. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ കളിമുറ്റത്തെയും സജീവൻ മാഷിനെയും തേടിയെത്തി. കേരളത്തിനകത്തും പുറത്തുമായി 4000 സ്കൂളുകളിലാണ് നാടക ക്യാമ്പ് നടത്തിയിട്ടുള്ളത്. കുട്ടികൾക്കും അവരുടെ ചിന്തകൾക്കുമൊപ്പം ഒരു നാടക പരദേശിയായി കളിമുറ്റത്ത് സജീവൻ മാഷ് ഇപ്പോഴും സജീവമാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഖില CP ആണ് കാര്യങ്ങൾ പറയാൻ നമ്മുടെ കൂടെയുള്ളത്. അഖില, കുട്ടികളെ നാടകം പഠിപ്പിച്ചിറക്കുക എന്നതിനപ്പുറത്തേക്ക് കൂടി പല ഉത്തരവാദിത്തങ്ങളും ആ മാഷിനുണ്ടായിരുന്നു. ഈ ഒരു കാലം അത്രയും ആ മാഷ് അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന് കിട്ടിയ അംഗീകാരം കൂടിയാണത്. അതെ പൂജ, തീർച്ചയായും ഒരു 25 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. അപ്പോൾ 25 വർഷത്തിന് ഉള്ളിൽ 2 ലക്ഷത്തിലധികം കുട്ടികളെ നാടകം പഠിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 4000 സ്കൂളുകളിലായി 2.5 ലക്ഷത്തിലധികം കുട്ടികളെ ഈ പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് മാഷിന് അവാർഡൊക്കെ തേടി വരുന്നത്. അപ്പോൾ കേരളത്തിനകത്തും പുറത്തും അന്തർദേശീയ തലത്തിലൊക്കെ നിരവധി അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തുന്നത്. അപ്പോൾ കേവലം ഒരു നാടകം പഠിപ്പിക്കുക എന്നത് മാത്രമല്ല സജീവൻ മാഷിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളെയും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുട്ടിയെയും മാറി നിൽക്കാൻ സമ്മതിക്കുന്നില്ല, ഒരു കുട്ടിയെയും മടി കാണിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരെയും ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു നാടക കളരി, നാടക ക്യാമ്പാണ് ഈ കളിമുറ്റം, സജീവൻ മാഷിന്റെ കളിമുറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2022-23 ഈ ലോക ഡ്രാമ സ്കൂൾ നടത്തിയ ഒരു സർവേയിലാണ് ഇദ്ദേഹത്തിന്റെ ഈ നാടക കളരിക്ക് 2000 റാങ്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മാത്രമല്ല, ഈ ഏഷ്യൻ സ്കൂളും ഈ പറയുന്ന അമേരിക്കൻ തിയേറ്ററും ഒക്കെ ഇദ്ദേഹത്തിന്റെ ഈ നാടക ക്യാമ്പിന്, കളിമുറ്റം എന്ന നാടക ക്യാമ്പിന് അംഗീകരിച്ച് അവാർഡുകൾ കൊടുത്തു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ 25 വർഷം കുട്ടികളോടൊപ്പം 4000-ഓളം സ്കൂളുകളിൽ 2.5 ലക്ഷത്തിലധികം കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇത് മാത്രമല്ല, ഈ നാടകം മാത്രമല്ല, നാടക യോഗ എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. അതായത് ഈ ഭിന്നശേഷി കുട്ടികളെ ഇത്തരത്തിൽ നാടകത്തിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് ഈ മറ്റുള്ളവരോട് ഇടപഴകാനുള്ള ഒരു മടിയൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേവലം ഒരു നാടകത്തിനുപരി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരും ഇത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് അദ്ദേഹം വളരെ അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളതാണ് സജീവൻ മാഷിന്റെ ജീവിതം. അതിന് കിട്ടിയ ഒരു അംഗീകാരം കൂടിയാണ്. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും അഭിമാനിക്കുക തന്നെ ചെയ്യാം. ശരി അഖിൽ.